ഹായ് വെൽക്കം ടു മൈ ചാനൽ ക്ലാസിക് ഫുഡ് വേൾഡ്. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ക്രിസ്പിയായ ജ്യൂസിയായ നല്ല ടേസ്റ്റുള്ള ഒരു ജിലേബിയാണ്. അതിന് നമുക്ക് ഉഴുന്നൊന്നും അരയ്ക്കേണ്ട ആവശ്യമേ വരുന്നില്ല. പെട്ടെന്ന് ഉണ്ടാക്കാം. ഒരു 15-20 മിനിറ്റ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ക്രിസ്പി ജിലേബിയാണിത്. ഒരു ചെറിയ പുളിയൊക്കെ ഉള്ള ഒരു ജിലേബി. അതിന് നമുക്ക് ആവശ്യമുള്ളത് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 240 ml കപ്പിൽ 1 കപ്പ് മൈദയാണ്. അതുപോലെ ഒരു 3-4 ടേബിൾ സ്പൂണ് കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂണ് ബേക്കിംഗ് സോഡ എടുത്തിട്ടുണ്ട്. തൈരിന് നല്ല പുളിയാണെങ്കിൽ 1/4 കപ്പ് അത്ര വേണ്ട കേട്ടോ. എൻ്റെ ഒരു നോർമൽ പുളിയുള്ള തൈരായിരുന്നു. അതുപോലെ തന്നെ തൈര് ലൂസാണെങ്കിൽ ഞാൻ പറഞ്ഞ അളവിനെക്കാട്ടും വെള്ളം കുറവ് എടുത്താൽ മതി. ഞാനൊരു 1/4 കപ്പോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. വെള്ളം ഒഴിക്കുമ്പോൾ നമ്മൾ നോക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക. 1/4 കപ്പ് തന്നെ വേണമെന്ന് ചില സമയത്ത് വേണ്ടി വരില്ല. മൈദയുടെ ഒക്കെ അനുസരിച്ചിട്ട് വ്യത്യാസം വരും. ചിലപ്പോൾ കുറച്ചും കൂടി വെള്ളം കൂടുതൽ ഒഴിക്കേണ്ടി വരും കേട്ടോ. നമ്മൾ കലക്കണത് എങ്ങനെയാണെന്ന് വെച്ചാൽ രൂപത്തിനെക്കാട്ടും കുറച്ചും കൂടി ലൂസായി ഒരു വരും. അത് നിങ്ങൾ നോക്കി നോക്കുക. ഇനി എങ്ങാനും നിങ്ങളുടെ വെള്ളം കൂടിയെങ്കിൽ കുറച്ചും കൂടി മൈദ ഇട്ട് കൊടുത്താൽ മതി. 1 ടീസ്പൂൺ എങ്ങാനും മൈദ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അതൊന്നും ഒരു കുഴപ്പമില്ല. അതിന് ശേഷം ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കുക. ഒരു നുള്ളു ഉപ്പ് തന്നെ പാടുള്ളൂ. അതുപോലെ ഞാനൊരു ഓറഞ്ച് കളർ ഒരു ഡ്രോപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വല്ലാണ്ട് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഇതിൽ കുറച്ചിട്ടിട്ട് നന്നായിട്ടൊന്ന് കലക്കി കൊടുക്കുക. ഒരു ഓറഞ്ച് കളറാവണ വരെ അത്രയും ഒഴിച്ചാൽ മതി കേട്ടോ. എന്നിട്ട് നന്നായി ഇനി നിങ്ങൾക്ക് ഓറഞ്ച് കളർ ഇല്ലയെന്ന് വെച്ച് കഴിഞ്ഞാൽ മഞ്ഞ കളർ ഉണ്ടെങ്കിൽ അതിട്ട് കൊടുത്താലും മതി. നല്ലത് തന്നെയാണ്. കണ്ടില്ലേ, ഈ ഒരു പരിപാടി നമുക്ക് ആവശ്യം. ഇതിനൊരു 15 മിനിറ്റോളം പൊന്താൻ വേണ്ടി വെക്കുക. എന്നിട്ട് ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ പഞ്ചസാരപ്പാവ് ഉണ്ടാക്കാം. എടുത്തിരിക്കുന്നത് ഒരു 1.5 കപ്പ് പഞ്ചസാരയാണ്. അതിന് ഞാൻ 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇതിനെ ഞാൻ നന്നായി തിളപ്പിക്കുക ചെയ്തത്. നമ്മളതിനെ കട്ടിയൊക്കെ ഒന്നും വേണ്ട, വെറുതെ തിളപ്പിച്ചാൽ മതി. അതിന് അത്രമാത്രം ആവശ്യമുള്ളൂ. എന്നിട്ട് നല്ലപോലെ ഒന്ന് തിളച്ച് നന്നായിട്ടൊന്ന് കിട്ടണം. അത്രമാത്രം മതി. ഒന്ന് ഇളക്കി കൊടുത്തോളൂ കേട്ടോ, അല്ലെങ്കിൽ ചിലപ്പോൾ അടിയിലൊരു ക്രിസ്റ്റൽ പോലെ വരും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിനൊരു വേണമെങ്കിൽ ഏലക്കാപ്പൊടി ഇടാം, അല്ലെങ്കിൽ കുങ്കുമപ്പൂ ഉണ്ടെങ്കിൽ അതിടാം. പിന്നെ റോസ് വാട്ടർ വേണമെങ്കിൽ അത് ഒഴിക്കാം. ഞാൻ ഒഴിച്ചിരിക്കുന്നത് റോസ് വാട്ടറാണ്, ഒരു മണം കിട്ടാൻ വേണ്ടിയിട്ട്. അത്രയേ ഉള്ളൂ. ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ അതിൽ 1 ഡ്രോപ്പ് കളറ് ഞാൻ ഇതിലാണ് ചേർത്തത്. കാരണം മറ്റേതാണെങ്കിൽ എന്ന് വെച്ചാൽ നമ്മുടെ ജിലേബിയിൽ ഒരുപാട് കളർ ചേർക്കേണ്ടി വരും. ഇങ്ങനെ ചേർക്കുകയാണെങ്കിൽ നമ്മുടെ ജിലേബിക്ക് കളറും ഉണ്ടാവും, അധികം കളറ് ചേർക്കേണ്ട ആവശ്യം വരുന്നില്ല. അതുപോലെ തന്നെ 1 ടീസ്പൂണ് ചെറുനാരങ്ങ നീരും കൂടി ഒഴിച്ചോളൂ കേട്ടോ. അത് കാണിക്കാൻ മറന്നു. ഇതിൽ അതും കൂടി വേണം. ആ പഞ്ചസാരപ്പാവ് ക്രിസ്റ്റലാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് ഒഴിക്കാൻ പറയണത്. കണ്ടില്ലേ? അപ്പോൾ നമ്മുടെ പഞ്ചസാരയൊക്കെ നന്നായി അലിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മുടെ മാവ് പൊന്തിയ മാവിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം ഇതിനെ നമ്മൾ ജിലേബി ഉണ്ടാക്കണം കുപ്പിയിലാക്കുക. ഞാൻ ആ കുപ്പി എടുത്തത് അതല്ലാന്ന് വെച്ചാൽ നല്ല കട്ടിയുള്ള പാലിൻ്റെയൊക്കെ കവറുമല്ലേ, അതിൻ്റെ ഒരു സൈഡ് മുറിച്ചിട്ട് ചെറുതായി മുറിച്ചിട്ട് നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ പൈപ്പിംഗ് ബാഗ് ഉണ്ടെങ്കിൽ അതിലും ഇങ്ങനെ മുറിച്ചിട്ട് ഉണ്ടാക്കാം കേട്ടോ ജിലേബി. അത് ഏതായാലും നിങ്ങളുടെ ഇഷ്ടത്തിന് എടുക്കാം. പിന്നെ നമ്മളെപ്പോഴും ജിലേബി ഉണ്ടാക്കുമ്പോൾ പരന്ന പാത്രം എടുക്കാൻ നോക്കുക. എന്നാലാണ് നമുക്കങ്ങനെ നന്നായിട്ട് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അതിൽ എണ്ണ ഒഴിക്കുക. ഞാൻ റിഫൈൻഡ് ഓയിൽ എടുത്തേക്കണേ. ആണെങ്കിൽ 1 ഡ്രോപ്പ് ഒരു 2-3 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. പിന്നെ തീരെ പാടില്ല. ചൂട് മാവിന് അല്ല, ഈ എണ്ണയ്ക്ക് അധികം ചൂട് പാടില്ല കേട്ടോ. തീരെ ചൂട് പാടില്ല, ചെറിയ ചൂടാ പാടുള്ളൂ. എന്നാലും നമുക്ക് ശരിക്കും നന്നായി പരത്തി ഷേപ്പാക്കാൻ പറ്റുള്ളൂ. വല്ലാണ്ട് ചൂടായി നമ്മൾ അത് ഒഴിക്കുമ്പോഴേക്കേ അതിൻ്റെ ഷേപ്പൊക്കെ മാറിയിട്ടുണ്ടാവും. കണ്ടില്ലേ? ഇനി ഇതിനൊന്ന് ക്രിസ്പാവണ വരെ ചെറിയ തീയിൽ വെച്ചിട്ട് വേവിച്ചെടുക്കുക. എന്നാലാണ് നല്ല ക്രിസ്പായി കിട്ടുള്ളൂ. ശരിക്കും ഇത് നല്ലൊരു ക്രിസ്പുള്ള ജിലേബിയാണത്. സാധാരണ നമ്മുടെ ജിലേബിയെക്കാട്ടും നമ്മുടെ ജിലേബി നല്ല സോഫ്റ്റ് അല്ലേ, ഇത് ഇത്തിരി ക്രിസ്പായിട്ടാണ് കിട്ടുക. അപ്പോൾ ഇതിനെയൊക്കെ നമ്മൾ നന്നായി 2 സൈഡും വേവിച്ചെടുക്കുക. കരിയാതെ നോക്കണം കേട്ടോ. എന്നിട്ട് ഇതിന് നമ്മൾ പഞ്ചസാരപ്പാവിലിടണം. ഇത് ചൂടോടക്കനെ തന്നെ പഞ്ചസാരപ്പാവിലിടണം. അതുകൊണ്ട് തന്നെ പഞ്ചസാരപ്പാവിന് നല്ല ചൂട് വേണം. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ച് ചൂടാറിയെങ്കിൽ അതിനൊന്ന് ചൂടാക്കി കൊടുക്കണം കേട്ടോ. എന്നിട്ട് നമ്മളതിൽ ഈ ജിലേബീനെ ഇട്ട് വയ്ക്കുക. കുറേ സമയം ഇടണ്ട. ഈ ജിലേബി ഇട്ടതിന് ശേഷം അടുത്ത ട്രിപ്പ് ഒന്ന് പരത്തി കൊടുക്കുക. ആ പരത്തി കൊടുക്കുന്ന സമയം മാത്രം മതി നമ്മുടെ ജിലേബി ഇതിൽ കിടക്കല് കേട്ടോ. ഇനി നിങ്ങൾക്ക് കുറേ സമയം ഇങ്ങനെ ഇത് ക്രിസ്പാവാൻ വേണ്ടിയിട്ട് ഇത്ര സമയം മാത്രം ഇട്ടാൽ മതി എന്ന് പറയണേ. ഇനി നല്ല സോഫ്റ്റ് ജിലേബി ആണെങ്കിൽ കുറച്ച് സമയം കൂടി എക്സ്ട്രാ ഇട്ട് കൊടുക്കുക. ഒരു 2-3 മിനിറ്റും കൂടി ഇട്ട് കൊടുത്താൽ നല്ല സോഫ്റ്റ് ജിലേബി വരും. ഇനി നിങ്ങളിതൊന്നും ഉണ്ടാക്കി നോക്കണം. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ ബൈ.